മഴ ശക്തമായതോടെ കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. രവിപുരത്ത് മാലിന്യങ്ങൾ റോഡിലേക്ക് ഒഴുകിയിരിക്കുന്നു. ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ചക്രവാത ചുഴി രൂപപ്പെട്ടതിനു പിന്നാലെ മഴ ശക്തമാവുകയാണ്. ഇപ്പോൾ കൊച്ചിയിലെ സ്ഥിതി എങ്ങനെയാണ്? ശ്രുതി, ഒറ്റ മഴയിലാണ് കൊച്ചി ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അധികാരികൾ അവകാശപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കൊച്ചി ഒറ്റ മഴയിൽ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലുള്ളത് ദൃശ്യങ്ങളാണ്. ഇവിടുത്തെ ഈ മാലിന്യങ്ങൾ റോഡിലേക്ക് ഈ വെള്ളത്തോടൊപ്പം തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ്. അത് ഏറ്റവും ദുർഘടം പിടിച്ച ഒരു കാര്യം കൂടിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓടകൾ കൃത്യമായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പനമ്പള്ളി നഗറിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. പനമ്പള്ളി നഗറിലെ ആ പ്രധാനപ്പെട്ട വഴി തന്നെ വെള്ളത്തിൽ മൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഗതാഗതം പോലും കൃത്യമായ രീതിയിൽ നടക്കാൻ കഴിയാത്ത വണ്ണം വെള്ളം നല്ല രീതിയിൽ റോഡിലേക്ക് കയറിയിരിക്കുന്നു. വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു ദുരിതത്തിന് കാരണമായിരിക്കുന്നത്. ഇത് കൊച്ചിയിലെ മുഴുവൻ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ MG റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള സാഹചര്യമാണ്. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ നിൽക്കുന്നു. അവിടെ സ്വാഭാവികമായും അല്ലാതെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ മഴ വന്നതോടുകൂടി ശക്തമായ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഗതാഗതം പോലും കൃത്യമായ രീതിയിൽ നടക്കാൻ കഴിയാത്ത വണ്ണമുള്ള സാഹചര്യമാണ് പലയിടങ്ങളിലും ഉള്ളത്. ഈ വെള്ളക്കെട്ട് കൂടുതലായതുകൊണ്ട് തന്നെ സ്കൂട്ടർ യാത്രക്കാർ പോലും പലരും ഇത്തരത്തിൽ വണ്ടി ഓഫായി പോയതിനു ശേഷം തള്ളിക്കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. എന്തായാലും വെള്ളക്കെട്ട് കൊച്ചിയിൽ രൂക്ഷമായിരിക്കുന്നു. ഒറ്റ മഴയിൽ കൊച്ചി ഏതാണ്ട് മുങ്ങിയ അവസ്ഥയിൽ തന്നെയാണ്. റോഡുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മഴ ശക്തമാകുന്നതിന് മുമ്പ് മൺസൂൺ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കും, അതുകൊണ്ട് തന്നെ ആ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഇടപെടൽ നടത്തണം. ഈ റോഡുകൾ, കാനകൾ തുടങ്ങിയവയെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെയാണ് ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് എത്രമാത്രം പ്രാധാന്യത്തോടെ കാണണം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് ഇന്നത്തെ ഒറ്റ മഴയിൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതിനും. ശക്തമായ രീതിയിലുള്ള വെള്ളക്കെട്ട് കൊച്ചിയിൽ പല ഭാഗങ്ങളിലും ഇങ്ങനെയാണ്. രവിപുരത്തെ കാര്യമാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ളത്. കാരണം മാലിന്യങ്ങളാണ് മുഴുവൻ ഇത്തരത്തിൽ ആ വെള്ളത്തോടൊപ്പം തന്നെ വരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഓടകൾ നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം ഇറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. വ്യക്തമാണ്. കുറച്ച് മണിക്കൂറുകൾ പെയ്ത മഴയിലാണ് കൊച്ചിയുടെ അവസ്ഥ ഇത്തരത്തിലായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രവിപുരത്താണ് ഇപ്പോൾ മാലിന്യം റോഡിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച. കൊച്ചിയിലെ പല സ്ഥലങ്ങളിലും പ്രധാന റോഡുകളൊക്കെ വെള്ളക്കെട്ടിലാണ്. ശക്തമായ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. വിശദാംശങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്.